ശ്രീ പി വി അൻവർ അങ്ങ് പറഞ്ഞത് CPM സംസ്ഥാന സെക്രട്ടറിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, അദ്ദേഹവും നിസ്സഹായ അവസ്ഥയിലാണ്, CPM-ലെ നേതാക്കൾക്ക് കൂച്ചുവിലങ്ങിട്ടിരിക്കുന്നു, കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ മൈക്കും വെച്ച് വന്ന് ഇത് പറയേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു എന്നങ്ങ് പറയുന്നുണ്ട്. കോടിയേരിയിൽ നിന്ന് ഗോവിന്ദൻ മാഷിലേക്കുള്ള മാറ്റം, ആ മാറ്റത്തിൻ്റെ കാരണക്കാരനാരാണ്, അത് എന്താണ് എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചത്? അതല്ല, ഞാൻ ജനറലി പറഞ്ഞതാണ്. ഞാൻ ഗോവിന്ദൻ മാഷെ സംബന്ധിച്ച് അദ്ദേഹം വ്യക്തിപരമായി കഴിവ് കെട്ടവനാണ് എന്ന അർത്ഥത്തിൽ ഒരിക്കലും അത് പറഞ്ഞതല്ല. ഓരോ സഖാവിനും അവൻ്റേതായിട്ടുള്ള കഴിവുകളുണ്ട്. ആ സെക്രട്ടറി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെതായ കഴിവുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ സഖാവ് പിണറായിയുടെ മുമ്പിൽ ഇവർക്കൊക്കെ എന്താ പറയുക, ഒരു വല്ലാത്ത കമ്മിറ്റ്മെൻറ്റ്, വല്ലാത്തൊരു ബഹുമാനം, അല്ലെങ്കിൽ വല്ലാത്തൊരു പേടി, അദ്ദേഹത്തിനെതിരെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പ്രിയപ്പെട്ട സഖാവെ അങ്ങനെയല്ല, ഈ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ആലോചന നടത്തണം എന്ന് പറയാനുള്ള ശേഷി ഈ പറയുന്ന ഒരു നേതാവിനില്ല. പാർട്ടി നേതാക്കൾക്ക് ഏറ്റവും വലിയ വിഷയം ഇത്. അതിന് സത്യമല്ലേ? ആ സത്യം, ആ പേടി ഈ പാർട്ടി എവിടെ കൊണ്ടെത്തിക്കും? അതല്ലേ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ശരിയാന്ന് സഖാക്കൾ ആലോചിക്കട്ടെ. എനിക്ക് അത്രയിൽ പറയാനുള്ളൂ. എനിക്കിപ്പോൾ ഇതെല്ലാം കൂടെ നന്നാക്കാൻ കഴിയുമോ? നാട് നന്നാക്കണം, പാർട്ടി നന്നാക്കണം, താങ്കൾ ഉന്നയിക്കുന്ന ആരോപണം വ്യക്തിപൂജ എന്നതിനപ്പുറം വ്യക്തിപൂജയല്ല, ഇവിടെ ഒരു വ്യക്തിയെ പേടിച്ചു നിൽക്കുന്ന പാർട്ടി, അങ്ങനെ വ്യക്തിയാധിഷ്ഠിതമല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവും നിലപാടുമൊന്നും. അത് താങ്കൾക്കും, താങ്കൾ ആ പാർട്ടിയിൽ അംഗമല്ലെങ്കിലും ആ മുന്നണിയുമായി ചേർന്ന, പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ, അണികൾക്കിടയിൽ സ്വാധീനമുള്ള ഒരാളെന്ന നിലയിൽ ഒരു വ്യക്തിപൂജ ആരോപണം ഉയർന്നപ്പോൾ പാർട്ടി എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്തതെന്നുള്ളത്, ഈ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ അടക്കം അതിലെടുത്ത നിലപാട് എന്താണെന്നുള്ളത് ജനങ്ങൾക്കറിയാം, പാർട്ടിക്കറിയാം. പക്ഷേ ഇവിടെ താങ്കൾ ഉന്നയിക്കുന്ന ആരോപണം അതിലും ഗുരുതരമാണ്. ഒരു വ്യക്തി നിയന്ത്രിക്കുന്നു, ആ വ്യക്തിയെ മറ്റുള്ളവർ, പാർട്ടിയിലുള്ളവർ, മന്ത്രിമാരടക്കം പേടിക്കുന്നു. അങ്ങനെയാണോ ഒരു പാർട്ടിയും ഒരു സംവിധാനവും പോകേണ്ടത്? അല്ല, അത് പാർട്ടി സഖാക്കൾ ചർച്ച ചെയ്തിട്ട് അങ്ങനെയാണല്ലോ ഇപ്പൊ പോകുന്നത്. അങ്ങനെ പേടിക്കുന്ന ഒരാളെയാണോ താങ്കൾ അച്ഛനായി കണ്ടത്? വല്ല വ്യത്യാസമുണ്ടോ? അല്ല, ഞാൻ അച്ഛനെയായി കാണുന്നത് ഇതിന്റെ ഒരു പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ഇപ്പൊ ഈ ഗൾഫിലൊക്കെ രാജഭരണമാണല്ലോ, ഞാനത് അംഗീകരിക്കാറുണ്ട്. കാരണം എന്താ അറിയോ, രാജഭരണത്തിൽ രാജാവ് നല്ലവനായാൽ പ്രജകൾ രക്ഷപ്പെട്ടു, രാജാവ് വെടക്കായാൽ ഒരു രക്ഷയില്ല, ദുരന്തമാണ് നമ്മുടെ നോർത്ത് കൊറിയ പോലെ. അപ്പോൾ ഒരു പാർട്ടി ലീഡർ അദ്ദേഹം നല്ലവനാണെങ്കിൽ, അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ ഈ തരത്തിലുള്ള സ്ട്രിക്റ്റായിട്ട് ചില നിലപാടുകൾ എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് ആ നിലപാടെടുക്കുന്നത്? ആ പാർട്ടിക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അത് ആ കാർക്കശ്യം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. ആ കാർക്കശ്യം സ്വന്തമായ ആവശ്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോൾ കാര്യങ്ങളുടെ ചിത്രമാകെ മാറിയില്ലേ? അപ്പോൾ ഇവിടെ ഒരു കിം ജോങ് ഉൻ ആണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കിം ജോങ് ഉൻ മോഡലിലേക്ക് പോവുകയാണോ? അല്ല, അതൊക്കെ നിങ്ങളെന്തോ പറഞ്ഞോ. അത് ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗം നടത്തിയെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതെന്താകും? ഈ പറയുന്ന ഈ ഡിക്റ്റേറ്റർഷിപ്പ് വലിയ അപകടത്തിലേക്ക് പോകും. അല്ലെങ്കിൽ അത് നല്ലതാണ്. ശരി, ഇതൊരു പിണറായിസമാണ് നടക്കുന്നത് കേരളത്തിൽ, പിണറായിസമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പണ്ടൊരു വിമർശനമുണ്ടായിരുന്നു അന്ന്. പക്ഷേ പലരും അത് ഏറ്റുപിടിച്ചില്ല. അങ്ങേക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഇപ്പോഴുള്ളത് ഒരു പിണറായിസമാണോ? അങ്ങ് പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതാണ്. അല്ല, കേരളത്തിൽ എന്ന് പറയാൻ വയ്യ, പാർട്ടിയിൽ നടക്കുന്ന അതാണ്. ഒരു തർക്കവും കാര്യത്തിലില്ല. ശരി, ശ്രീ പി വി അൻവർ, ഒരാൾക്കും ഒരു കാര്യം സത്യസന്ധ